പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീടും കളിക്കാൻ പോവാണ് കാർ ഫോർ സെയിൽ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ കയ്യില് $1,76,000 ഉണ്ട്. നമുക്കിന്ന് നല്ലൊരു സൂപ്പർ കാർ മേടിക്കാം. അതെ ഗൈസ്, നമ്മുടെ കയ്യിൽ $1,76,000 ഉണ്ട്. ഈ പ്രൈസിന് നല്ലൊരു സൂപ്പർ കാർ കിട്ടുമെന്ന് വിചാരിക്കണു. ഇവിടെ ഇപ്പോൾ നമ്മൾ നെയ്ബർഹുഡിലേക്ക് വന്നേക്കാണ്. ഇന്ന് പിന്നെ കാർ മാർക്കറ്റ് ഓപ്പൺ അല്ല, അതുകൊണ്ട് നമ്മൾ നെയ്ബർഹുഡിലേക്ക് വന്നേ. ഇവിടെ പിന്നെ ഒരു കാറുണ്ട്. ഇതേതാ കാറ്? ഇതാ മറ്റേ ചാർജറാന്ന് തോന്നുന്നുണ്ട്. അത് ഡോഡ്ജ് ചാർജറാ. ഇതിന് പക്ഷേ അധികം റേറ്റ് ഇല്ല. റേറ്റ് കുറഞ്ഞ വണ്ടി വേണ്ട, നമുക്ക് റേറ്റ് കൂടിയ വണ്ടി വേണം. എന്നാലും നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കാറുണ്ട്. ആ കാറും നമുക്ക് വേണ്ട. വേണ്ട വേണ്ട. അണ്ണാ, അങ്ങോട്ടേക്ക് നോക്കിയേ, അവിടെ ഒരു റേഞ്ച് റോവർ ഉണ്ട്. നമ്മൾ ഇതുവരെയ്ക്കും റേഞ്ച് റോവർ മേടിച്ചിട്ടില്ല. ആടാ ഷിൻചാനെ, നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഇതുവരെയ്ക്കും റേഞ്ച് റോവർ മേടിച്ചിട്ടില്ല. ഈ വണ്ടിക്ക് പക്ഷെ നല്ല ഡാമേജ് ഉണ്ട്. എന്താ ചെയ്യണ്ടേ? മേടിക്കണാ? മേടിക്കാം. നമുക്കൊന്ന് ബാർഗൻ ചെയ്യാം. 63,000 സമ്മതിക്കുമോ? സമ്മതിച്ചുട്ടാ. ആ ചേച്ചി $63,000 സമ്മതിച്ചു. നമ്മളങ്ങനെ ഈ വണ്ടി പർച്ചേസ് ചെയ്തു. ഈ വണ്ടിയുടെ ബാക്കില്ലേ, ഈ വണ്ടിയുടെ ബാക്ക് കാണാനായിട്ട് ഒരു വൃത്തിയില്ല. എന്താണാവോ? ആ റേഞ്ച് റോവർന്ന് എഴുതണം. റേഞ്ച് റോവർന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ വൃത്തി ഉണ്ടാവും. ഇപ്പോൾ ഇത് എന്താണാവോ? നമുക്ക് പിന്നെ ഈ വണ്ടിയില്ലേ ഇത് റിപ്പയർ ചെയ്യണം. കാരണം ഈ വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്. അല്ല, അണ്ണനോട് ആരെ പറഞ്ഞേ ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ അല്ലാന്ന്? ഇത് നോക്കിയേ, ഇവിടെ കാർ മാർക്കറ്റ് ഓപ്പണാ. ഇവിടെ ഇഷ്ടം പോലെ കാറുണ്ട്. ആടാ ഷിൻചാനെ, ഇവർ പക്ഷെ പറഞ്ഞില്ലേ ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ ആന്ന്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടിയില്ലേ, ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. എന്നിട്ട് നേരെ കാർ മാർക്കറ്റിലേക്ക് വരാം. ഈ വണ്ടി പിന്നെ റിപ്പയർ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിനുള്ളിൽ നമുക്ക് കാർ മാർക്കറ്റ് വരെ പോയിട്ട് വരാം. നമുക്കപ്പോൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഈ വണ്ടി പിന്നെ 50% ഡാമേജ്ഡാ. അതുകൊണ്ട് റിപ്പയർ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ക്യാഷ് ചിലവാവും. എത്രയാ? 1,400 ഉള്ളൂ. എന്നാ പിന്നെ കുഴപ്പമില്ല. അണ്ണാ, ഇവിടെ കാർ മാർക്കറ്റിൽ നല്ല വണ്ടിയൊക്കെ ഉണ്ടാവോ? ഇത് ഏതാ വണ്ടി? സൂപ്പറാണോ? ഇത് സൂപ്പർ ഒന്നല്ല. റിസാൻ സെൽവാല. നിസാന്റെ ഏതൊരു വണ്ടിയാണ്. നിസാന്റെ ഏതൊരു സൂപ്പർ കാറാ. ഈ വണ്ടി പക്ഷെ അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല, അതുകൊണ്ട് ആ വണ്ടി വേണ്ട. ഇവിടെ മറ്റേ അബാർദ് ഉണ്ട്, ഫിയറ്റിന്റെ അബാർദ്. ഇത് പക്ഷെ നൈസ് വണ്ടിയാ, പക്ഷെ നല്ല ഡാമേജ് ഉണ്ട്. ഇവിടെ പിന്നെ BMW ഒക്കെ ഉണ്ട്. 2 BMW ഉണ്ട്. ഇത് ഏത് വണ്ടി? ലോർഡ് എസ്കോഡ്. ഇത് വേണ്ട, ഇതും വില കുറഞ്ഞ വണ്ടിയാ. എടാ പിഞ്ചാനെ, ഇവിടെ ഇപ്പോൾ ആ അബാർദില്ലേ, ആ അബാർദ് മാത്രം ഇത്ര എക്സ്പെൻസീവ് ആയ വണ്ടിയുള്ളൂ. ബാക്കിയൊക്കെ വില കുറഞ്ഞ വണ്ടിയാ. BMW വില കുറഞ്ഞ വണ്ടിയല്ല, പക്ഷേ ആ അബാർദിൻ്റെ അത്രയ്ക്കില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ വർക്ക്ഷോപ്പിലേക്ക് പോവാം. നമ്മുടെ റേഞ്ച് റോവറില്ലേ, അതിപ്പോൾ റിപ്പയർ ചെയ്യണ്ടാവും. റിപ്പയർ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത് പെട്ടെന്ന് റിപ്പയർ ആവില്ല, കാരണം ഈ വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്. ഓക്കെ, ഈ വണ്ടി നമ്മളങ്ങനെ റിപ്പയർ ചെയ്തേക്കാണ്. നമുക്ക് ഈ വണ്ടിയില്ലേ അതിവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് നല്ല വിലയ്ക്ക് വിൽക്കാം. ഞാൻ ഈ വണ്ടി മേടിച്ചത് $63,000. നമുക്കപ്പോൾ എത്ര പ്രൈസിലാണ് വിൽക്കുക? 1,00,000 വയ്ക്കാം, അല്ലെങ്കിൽ വേണ്ട 1,30,000. 1,30,000? ഈ പ്രൈസ് വില കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ 1,00,000-ന് മേടിക്കുന്നു വിചാരിക്കണം. നമുക്കിപ്പോൾ ഏതായാലും കസ്റ്റമേഴ്സ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഈ വണ്ടി ഒന്ന് തുടച്ചെടുക്കാം. ഈ വണ്ടിയിൽ ഇച്ചിരി ചളിയുണ്ട്. എടാ ഷിൻചാനെ, ഇവിടെ കസ്റ്റമർ ഒന്നുമില്ലോ. ഇത്രയും പെട്ടെന്ന് കസ്റ്റമർ വന്നാ? ചിലപ്പോൾ റേഞ്ച് റോവർ ആയതുകൊണ്ടോ. നമുക്കപ്പോൾ ഈ ചേച്ചിയോട് സംസാരിച്ച് നോക്കാം. ഈ ചേച്ചി എത്ര പ്രൈസ് പറയണേ? 93. ഈ ചേച്ചി 93 പറയണ്ട്. നമുക്കൊന്ന് ബാർഗൻ ചെയ്യാം. 1,00,000 ചോദിച്ചിട്ടുണ്ട്. 1,00,000-ന് സമ്മതിക്കുമോ? സമ്മതിച്ചു. ആ ചേച്ചി 1,00,000-ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ 2,00,000 ഉണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ കാർ മാർക്കറ്റിൽ മറ്റേ വണ്ടിയില്ലേ
ഏതായിരുന്നു? ആ ഫിയറ്റ് അബാർദ്. ഈ വണ്ടിക്ക് മേടിക്കാം. ഈ വണ്ടിക്കും ഡാമേജൊക്കെ ഉണ്ട്. ഇതിന് എത്രയായിരുന്നു പ്രൈസ്? 1,73,000. ഒന്ന് ബാർഗെയിൻ ചെയ്യാം. 1,00,000 എത്ര പറയാ, 40. അത് മതി. വണ്ടിക്ക് പിന്നെ ഡാമേജ് ഉണ്ട്. സമ്മതിക്കോ? ഈ ചേച്ചി സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ 1,50,000. ഇനിയെങ്കിലും സമ്മതിക്കോ? അപ്പോഴും സമ്മതിച്ചില്ല. എന്നാൽ 1,60,000 അല്ലെങ്കിൽ വേണ്ട 55. 60 പറ്റില്ല. ശരി. ഈ പെണ്ണിന് ഭയങ്കര ചാടാ. ഇപ്പോൾ ഇത് ബാർഗൻ ചെയ്യാൻ സമ്മതിക്കണില്ല. എനിക്ക് അവളുടെ കാറ് വേണ്ട. അല്ല പിന്നെ ഇവിടെ പിന്നെ ഒരു BMW ഉണ്ട്. ഇത് BMW M3 45 ഉണ്ട് ഈ വണ്ടിക്ക്. നമുക്കൊന്ന് ബാർഗൻ ചെയ്യാം. 39. സമ്മതിക്കോ? 39 പറ്റില്ലെന്ന്. എന്നാൽ 40. 40 പറ്റില്ലെന്ന്. എന്നാൽ 41. ഓക്കെ, 41 സമ്മതിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ പിന്നെ ഡാമേജ് ഇല്ല കേട്ടാ. അതുകൊണ്ട് കുഴപ്പമില്ല. ഡയറക്റ്റ് ഷോറൂമിലേക്ക് കൊണ്ടുപോയാൽ മതി. അണ്ണാ, നമുക്ക് ഈ വണ്ടിക്ക് പ്രൈസ് സെറ്റ് ചെയ്യണ്ടേ? എത്ര പ്രൈസ് ഫിക്സ് ചെയ്യാ? 1,00,000 കൊടുത്താലോ? 1,00,000 കൊടുത്തു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, 1,20,000 കിടന്നോട്ടെ. ഇനി കസ്റ്റമേഴ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ വണ്ടിയിലും കുറച്ച് ചളിയുണ്ട്, ഒന്ന് തുടച്ചെടുക്കാം. വണ്ടിയിൽ പിന്നെ ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എടാ പിഞ്ചാനെ, ഇവിടെ 2 കസ്റ്റമേഴ്സ് വന്നു. ഈ ചേട്ടൻ പിന്നെ 53 പറയുന്നുണ്ട്. 53 കുഴപ്പമില്ല. നമുക്കപ്പോൾ 60 ചോദിച്ചു നോക്കാം. ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് വിൽക്കാം. ഇരുട്ടാവാറായി. ഇരുട്ടായി കഴിഞ്ഞാൽ ആരും മേടിക്കില്ല. നമുക്ക് 60,000 ചോദിച്ചു നോക്കാം. സമ്മതിക്കോ? ഈ ചേട്ടൻ സമ്മതിച്ചു. എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2,31,000 ഉണ്ട് ബാലൻസ്. ഞാൻ പിന്നെ ആലോചിക്കണതേ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഷോറൂം അപ്ഗ്രേഡ് ചെയ്താലൊന്ന്. എൻ്റെ കയ്യിൽ 2,00,000 ഉള്ളോ. 2,00,000 വെച്ചിട്ട് ഷോറൂം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. പറ്റുമായിരിക്കും. എന്തിട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. എത്ര പ്രോഫിറ്റ്? $56,000. നോട്ട് ബാഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.